നമുക്കറിയാം ശ്രീത, കുറച്ച് നാൾ മുമ്പ് കുസാറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ക്യൂബ ഇതേപോലെ അഫ്രീദിയെ കൊണ്ടുവന്ന് വലിയ സ്വീകരണമൊക്കെ നടത്തിയിരുന്നു. നമ്മുടെ കേരളത്തിന് തന്നെ നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലായിരുന്നത്. ഇപ്പോൾ ദാണ്ട വീണ്ടും ഒരു വാർത്ത ഇതുപോലെ ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്. കണ്ടനാട് ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്തി ഒരു വിഭാഗം ആൾക്കാർ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളത്. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും കേരളത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പാകിസ്ഥാനോട് എന്താണ് കേരളീയർക്ക് ഇത്ര പ്രിയം? അല്ല, അത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകത്ത് എവിടെ സ്ഫോടനം നടന്നാലും അവസാനം അതിൻ്റെ വേര് വന്നെത്തുന്നത് കേരളത്തിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് നാം കേരളം എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും വലിയ മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്താൻ മലയാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഭരണത്തിൻ്റെ അല്ല, ഒരു പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ, നമ്മുടെ കമല ഹാരിസ് തമിഴ്നാട് സ്വദേശിയാണല്ലോ, ആ രീതിയിലേക്കല്ല, എന്നാലും നിർണായകമായ സ്ഥാനങ്ങളിൽ എത്താൻ മലയാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതി ഉണ്ടല്ലോ, ആ പുരോഗതിയിൽ നിന്നും നാം അത്രത്തോളം അഭിമാനകരമായ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ദയനീയമായി നാം ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ്. അത് ഏറ്റവും അവസാനം നമുക്കറിയാം, പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിലെ ഒരു പ്രതിയുടെ ആദ്യമായി അദ്ദേഹം പഠിക്കാൻ വന്നത് ഈ കേരളത്തിലായിരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. പിന്നീട് ശ്രീലങ്ക സ്ഫോടനം എടുത്താലും ഈ മലയാളി ബന്ധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നവർ 4 പേര് പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതും മലയാളികളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്നവരുണ്ടല്ലോ, ലവ് ജിഹാദിന്റെ ഭാഗമായി കുറച്ച് പേർ അഫ്ഗാനിസ്ഥാനിൽ ഈ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി പോയിട്ടുണ്ടല്ലോ, അവരും മലയാളികളാണ്. ആ രീതിയിൽ തന്നെ മലയാളികൾ വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പുറത്തു നിൽക്കുന്നു. അതിന് വളമൊരുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലാണ് ഈ പാകിസ്ഥാന്റെ പതാക ഉയർത്തുകയും ഒരു ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ പതാകയോടെല്ലാം എന്താണ് ഇത്ര പ്രേമമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ തിരിച്ചടി നൽകുന്നുണ്ടല്ലോ, ആ തിരിച്ചടി നൽകിയ ശേഷം ആ ദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന ആ രാജ്യത്തിലെ ഒരു താരമാണല്ലോ അഫ്രീദി പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്, ഇന്ത്യയെ പൂർണ്ണമായി തുടച്ചു നീക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഒരു പ്രകടനം നടത്തുകയാണ്, ലഡു വിതരണം നടത്തുകയാണ്. അങ്ങനെ ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ നിരന്തര വിമർശനം ഉന്നയിച്ച ഒരു പാക് താരത്തെ നമ്മുടെ മലയാളികൾ തന്നെ അവിടെ വിളിച്ച് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, വഴിയെ പോയപ്പോൾ ഒന്ന് കയറിയിട്ട് പോകൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെണ്ടമേളം അടക്കമുള്ളവ അല്ലെ, ചെണ്ടമേളവും മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയായിരുന്നു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രത്തോളം അവർ ദേശവിരുദ്ധരായി മാറുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിസന്ധിയുണ്ട്. ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണത്തിൽ 26 പേരാണ് മരണപ്പെടുന്നത്. പിന്നീട് തിരിച്ചടിയുടെ ഭാഗമായി വീണ്ടും അവരുടെ ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. അതിൽ മരിച്ചതോ സാധാരണക്കാരായ കുട്ടികൾ ഉൾപ്പെടെ അവർ എന്ത് ചെയ്തു? ഈ കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ സാധാരണക്കാർ മരണപ്പെടുന്നു, നമ്മുടെ സൈനികർ മരണപ്പെടുന്നു. അങ്ങനെ ഒരു 50-ലധികം പേരാണ് പാകിസ്ഥാന്റെ ആ ഒരു മാസത്തിനിടെ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ ചോര നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവർ ആഘോഷിക്കുകയാണ്. അതിനെല്ലാം മലയാളികൾ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ അപമാനകരമായ ഒരു രീതിയിലേക്കാണ് ഇതിൽ തന്നെ ഒരു 200-ലധികം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല എനിക്കിതിൽ ഇതായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഓഡിറ്റോറിയത്തിന് ടോയ്ലറ്റിന് സമീപമാണ് ഭാരതത്തിന്റെ ദേശീയ പതാക വെച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോലീസൊന്നുമില്ലേ, ഭരണമില്ലേ? ഇതൊക്കെ കാണുമ്പോൾ, അതായത് നമ്മൾ ഭാരതം എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം രക്തം എന്നുള്ള രീതിയിൽ ഈ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണ സംവിധാനമില്ലേ? നമ്മുടെ LDF സർക്കാർ ഭരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവർ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കേണ്ട സന്ദർഭമാണ്. കാരണം ഏത് നിമിഷവും അവിടുന്ന്, കാരണം ഇപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല, വെടിനിർത്തൽ അവസാനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, യുദ്ധം അവസാനിച്ചിട്ടില്ല, സംഘർഷം അവസാനിച്ചിട്ടില്ല. സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച് വെച്ചേക്കാണ്. ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 200-ലധികം ആൾക്കാർ വന്ന് ഒരു മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഒരു ഇത് നടത്തി എന്നുള്ളത്, അവിടെ നിന്ന് പോലീസും വേറെ പാർട്ടികളും ഒന്നുമില്ല, ഇതിനകത്തുള്ളവർ അറിയുന്നില്ലേ? അല്ലെ, നമ്മുടെ സർക്കാർ കുറച്ച് നാളുകളായി തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് തന്നെ മാഷിന്റെ കൈവെട്ടുമായി, ഒരു
അല്ലെ ഒരു മതവുമായി അതെ. ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി എന്ന് പറഞ്ഞ ഒരു മാഷിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് തുടരുകയാണ്. അതിനുശേഷം നാം കാണുകയാണ് പരസ്യമായി തന്നെ അവലും മലരും അതെ. വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ആലപ്പുഴയിലെ പാലക്കാടും രണ്ട് സംഘടനകൾ തമ്മിൽ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിലേക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള ക്രമസമാധാനം തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇവർ ആരെയും വെട്ടിക്കൊല്ലാൻ ഇറങ്ങിയില്ലല്ലോ. ആ രീതിയിലല്ലേ നാം സമാധാനിക്കുകയാണ് ചെയ്യാനുള്ളത്. ആ രീതിക്ക് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കേരളം കടക്കുകയാണ്. ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പോലീസെല്ലാം കൃത്യമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ, അവരെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. മുൻകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടാണ്. കാശ്മീരിലെ വിവിധ ഇടങ്ങളിലാണ് ഇത്തരം ഭീകരവാദികൾക്ക് താവളമൊരുക്കുന്ന സാഹചര്യങ്ങളുള്ളത്. അത് കേരളത്തിലേക്കും കടന്നു വരികയാണ്. അതിൻ്റെ ചില നീക്കങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെ മറ്റൊരു സർക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യൂനപക്ഷത്തെ ഭീകരവാദികളെ എതിർത്താൽ അല്ലെ ഭീകര പ്രവർത്തനങ്ങളെ തുറന്നു പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് നോവും. കാരണം ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് തന്നെ എന്നെ അടക്കമുള്ള സംഘടനകൾ ഇവിടെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തുകയും അവരെ പിടികൂടുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി അതിന്റെ നിരോധത്തിന് പിന്നാലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ തന്നെ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ റെയ്ഡുകളും അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ പോലീസ് അനങ്ങിയിട്ടില്ല. പിണറായി സർക്കാരിന്റെ നിർദ്ദേശം എന്താണ്? അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുവോ, ന്യൂനപക്ഷങ്ങൾക്ക് വേദനിക്കരുതെന്ന്. ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെയാണ് വേദനിക്കുന്നത്? നമ്മുടെ രാജ്യത്തിനെതിരെ ഇത്തരം ഈ പാകിസ്ഥാൻ സ്നേഹവും അതോടൊപ്പം തന്നെ ഈ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ അമർച്ച ചെയ്യേണ്ടത് ഓരോ സർക്കാരിന്റെ കടമയാണ്, അവരുടെ കടമയാണ്. ആ കടമയിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. അങ്ങനെ ഒഴിവാകുകയാണെങ്കിൽ, അങ്ങനെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മളെ ഇവിടുത്തെ തന്നെ സാധാരണക്കാരെ ബാധിക്കും, അടുത്ത തലമുറയെ ബാധിക്കും. എന്തുകൊണ്ടായിരിക്കും? ആദ്യം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 4 യുവാക്കളാണ് ഈ പാകിസ്ഥാനിൽ പോയി പരിശീലനത്തിന് ശേഷം പട്ടാളത്തിനെതിരെ ആക്രമിക്കാൻ വരുന്നത്. അവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ആ ഉമ്മയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പറയേണ്ടി വന്നിട്ടുണ്ട്, ഈ മൃതദേഹം ഞങ്ങൾക്ക് വേണ്ട, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആ മക്കളുടെ മൃതദേഹം വേണ്ടെന്ന് പറയേണ്ട സാഹചര്യം ഈ ഉമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരുകളും നമ്മുടെ മതസംഘടനകളും നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും കുറച്ച് വോട്ടിന് വേണ്ടി അടുത്ത തലമുറ എങ്ങനെയോ പോകട്ടെന്ന് കരുതുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഈ കുറച്ച് വോട്ടുകൾക്ക് ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള നിരവധി റാണയുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി ഭീകരവാദികൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്, കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തീർത്തും ഇപ്പോൾ അത് അന്വേഷണ സംഘവും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീവ്രവാദികൾ കേരളത്തിനകത്തുമുണ്ട്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് ആരാ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 200-ലധികം പേര് ഇത്തരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ളവർ തന്നെയാണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തീവ്രവാദ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് നിസ്സാരമായിട്ട് കളയുന്നു. പക്ഷെ ഇന്ന് അമേരിക്കയിൽ നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. പലസ്തീന് അനുകൂലമായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നു ചേർന്ന സ്റ്റുഡൻസ് ആണ്, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്. അതിൽ ഒരു വിഭാഗം ആൾക്കാരാണ് പലസ്തീന് അനുകൂലം. അവരെ തടയാൻ പോലും ഏറ്റവും വൻ രാജ്യമെന്ന് ആയുധ ശേഖരത്തിലും മറ്റ് സൈന്യ ബലത്തിലും ഒക്കെ വൻ രാജ്യമെന്ന് നമ്മൾ എപ്പോഴും അമേരിക്കയെ കാണുന്ന ഏതൊരു ചർച്ചകൾക്കും മീഡിയേറ്ററായിട്ട് വിളിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക, ട്രംപ്. അപ്പോൾ ട്രംപ് ഭരിക്കുന്ന ആ രാജ്യത്ത് ഇന്ന് ആ ഒരു കലാപം അടിച്ചൊതുക്കാൻ പോലും അവർക്ക് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ തീയിട്ട് നശിപ്പിച്ച് അവിടെ വലിയ കലാപത്തിൽ ശ്രീത്ത് കണ്ടില്ലേ, നമ്മൾ അത് ചർച്ച ചെയ്തില്ലെങ്കിൽ തന്നെ. അപ്പം അവിടെ ആ രാജ്യത്തിലെ ട്രംപിന് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നാളെ ഇവിടെ ഉണ്ടാവുന്നത് മറ്റൊരു കലാപം ഭൂമി മാത്രമായിരിക്കത്തില്ല, ഒരു യുദ്ധഭൂമിയായിരിക്കും നമ്മുടെ സംസ്ഥാനമാകുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഒരു സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നാട് കേരളമാണ്. അല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്കല്ലേ ഇതിപ്പോൾ കിടക്കുന്നത്.